അല്ലാഹുവേ നന്മകൾ ചെയ്യാൻ ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹുസൈമ തങ്ങളവരുകൾ വലിയ മുതലാളിയായിരുന്നു. കാലക്രമേണ ഹുസൈമ തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഇക്കൊല്ലം പറഞ്ഞു ഹുസൈമ തങ്ങളുടെ ചരിത്രം ഇല്ല, പറഞ്ഞ വേറെ പറഞ്ഞ ഹുസൈമ തങ്ങളുടെ സ്റ്റോറി ഇല്ല, ധൈര്യത്തിൽ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും വയത് കേട്ടിന് അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാഹ്. ഹുസൈമ തങ്ങള് വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഹുസൈമ തങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. പാപ്പറായി, കടം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത പോലെയായി. കടങ്ങൾ കുന്നുകൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നുപോയി. കടം കൊടുക്കാൻ കഴിയുന്നില്ല, കടം വീട്ടാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഇക്രിമ എന്ന് പറയുന്ന കൂട്ടുകാരൻ, ഹുസൈമ തങ്ങളുടെ കൂട്ടുകാരനാണ് ഇക്രിമ. അവർ ഗവർണറാണ്, വലിയ പോസ്റ്റിലുള്ള ആളാണ്. ഇക്രിമ തങ്ങൾക്ക് ഇതറിഞ്ഞു. 4000 ദിർഹം, ലക്ഷോപലക്ഷമായില്ലേ, 4000 ദിർഹം ഫണ്ടിൽ നിന്ന് കടമെടുക്കുകയാണ്. കടമെടുത്തുകൊണ്ട് ഇക്രിമ തങ്ങള് ഹുസൈമ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ട് രാത്രി മുഖം മൂടിയിട്ട് മുഖത്തിലേക്ക് വസ്ത്രമിട്ട് കാണാത്ത പോലെ കണ്ണിന്റെ ഭാഗം മാത്രം തൊളയാക്കിയിട്ട് ഒട്ടകത്തിൽ കയറിയിട്ട് രാത്രി നട്ടപ്പാതിരാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല എവിടെ കാണി പാതിരാ നേരത്ത്, എങ്ങോട്ടാ പോകുന്നത്? ഭാര്യയോട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. നമ്മുടെ ഇക്രിമ വല്ലാത്ത നമ്മുടെ ഹുസൈമ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹുസൈമയെ ഒന്ന് സഹായിക്കാൻ ഞാൻ അങ്ങോട്ട് പോയാ, ഹുസൈമയെ സഹായിക്കാൻ പോയാ ആരോടും നീ പറഞ്ഞു പോകരുത്. അങ്ങനെ മുഖത്ത് കറുത്തത് കെട്ടിയിട്ട്, മുഖത്ത് വസ്ത്രം തുണി കെട്ടിയിട്ട് ഇക്രിമ തങ്ങള് ഹുസൈമ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. പോയിട്ട് വാതിൽ മുട്ടുന്നു. വാതിൽ മുട്ടിയിട്ട് 4000 ദിർഹം ഇതിലുണ്ട്, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാ നേരത്ത് ഹുസൈമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറയാമോ? എന്റെ ഈ ബുദ്ധിമുട്ട് നേരത്ത്, എന്റെ ഈ പ്രശ്ന നേരത്ത്, എന്റെ ഈ പ്രതിസന്ധിയുടെ നേരത്ത് എന്നെ സഹായിക്കുന്ന അങ്ങാരാ, ഒന്ന് പറഞ്ഞു തരാമോ? എന്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിക്കുന്ന അങ്ങയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്കങ്ങയുടെ സമ്പത്ത് വേണ്ട. അപ്പോഴാ പറയുന്നത്, അന മുൻകിദുൽ കിറാം മിൻ ഖദരില്ലയ്യാം. മാന്യന്മാർക്ക്, നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് ഞാൻ. പേരില്ല, പേര് ചോദിക്കരുത്. പാവപ്പെട്ടവനെ, ബുദ്ധിമുട്ടുന്ന ആളുടെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം കരുതി വല്ല മലക്കാകാലോ വല്ല ജിന്നാകാലോ. അൽഹംദുലില്ലാഹ്, ഇതും ചൊല്ലിയിട്ട് ആ സ്വതക്ക സ്വീകരിച്ചിട്ട് ഭാര്യയോട് പറയുന്നു, ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് ഹുസൈമ ചോദിച്ചു, അല്ല പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു അന മുൻകിദുൽ കിറാം മിൻ ഖദരില്ലയ്യാം.
ഇത് ഞാൻ പറഞ്ഞു വന്നില്ലയോ? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് വന്നു, എന്റെ പേരറിഞ്ഞില്ല. പോകട്ടെ, കാലചക്രമങ്ങ് നീങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് പോവുകയാണ്. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് നഷ്ടപ്പെടുകയാ. ഇക്രിമയെ ഒഴിവാക്കുകയാ. പിന്നെ ഖുസൈമ വലിയ പണക്കാരനായി. 4000 ദിർഹം ഇക്രിമ തങ്ങൾ കൊടുത്തത് കൊണ്ട് കടം വീട്ടി കച്ചവടം ചെയ്ത് വലിയ മുതലാളിയായില്ലയോ? വലിയ മുതലാളിയായി. ഈ മുതലാളിയായ ശേഷം രാജ്യത്തിന്റെ ഗവർണർ പദവി ആർക്ക് കിട്ടിയെന്നറിയാവോ? ഗവർണർ പദവി കിട്ടി ഈ ഖുസൈമ തങ്ങളവരുകൾക്ക്. ഖുസൈമാക്ക് ഗവർണറുടെ പദവി കിട്ടി. ആരുടെ ഗവർണർ പദവിയാ നഷ്ടപ്പെട്ടു പോയത്? ഇക്രിമ തങ്ങളുടെ ഗവർണർ പദവിയാ. പക്ഷേ ഇക്രിമ തങ്ങൾക്ക് സങ്കടമില്ല. വഴിയിലേക്ക് വന്നു. വഴിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഖുസൈമ തങ്ങളെ സ്വാഗതം ചെയ്യുകയാ. ഖുസൈമ തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇക്രിമ തങ്ങള് എല്ലാം കൈമാറുന്നു. രാജാവിന്റെ കൽപ്പന ഖുസൈമയോട് ഇക്രിമയുടെ കണക്ക് നോക്കാൻ, ഗവർണറായ ഇക്രിമയുടെ കണക്ക് നോക്കാൻ. ഖുസൈമ കണക്ക് നോക്കുമ്പോ 4000 ഉറുപ്പികയുടെ ഷോട്ടുണ്ട്. ഖസാനയിൽ 4000 ദിർഹമിന്റെ ഷോട്ടുണ്ട്, കുറവുണ്ട്, കടം കാണിക്കുന്നുണ്ട്. ഖുസൈമ തങ്ങൾ രാജാവോട് പറഞ്ഞു, ഇക്രിമയുടെ കണക്കിൽ 4000 ദിർഹം ഷോട്ട് കാണുന്നുണ്ട്. ഇക്രിമ തങ്ങളെ വിളിപ്പിച്ച് കൈകളിലേക്ക് ആപ്പിട്ട് കൈകളിൽ ചെയിൻ ബന്ധിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയി അടക്കുകയാ. ആരാ ജയിലിലടക്കുന്നത്? വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പോലെ കടം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിച്ച ആളെ സഹായിച്ച ഈ ഇക്രിമാനെ ജയിലിലേക്ക് അടക്കുന്നവരാരാണ്? സഹായം വാങ്ങിയ ഖുസൈമയാ. ഇക്രിമ പറയുന്നില്ല, ഖുസൈമ ആരും സഹായിക്കാനില്ലാത്ത നേരം കണ്ണിലേക്ക് വസ്ത്രം കെട്ടിയിട്ട്, മുഖത്ത് വസ്ത്രം കെട്ടിയിട്ട് അങ്ങെ ഒന്ന് സഹായിച്ചത് ഞാനാ. ഇല്ല, 4 മാസക്കാലം ജയിലറകളിൽ കഴിഞ്ഞ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണങ്ങിപ്പോയി. ഇക്രിമ തങ്ങള് കാണാൻ പറ്റാത്ത പോലെ മെലിഞ്ഞൊട്ടിയിട്ട് ജയിലിൽ കഴിയുകയാണ്. ആര്? ബഹുമാനപ്പെട്ട ഇക്രിമ. ആരാണ് ഇക്രിമ? ഇന്നത്തെ ഗവർണറായ ഖുസൈമ. ഈ ഖുസൈമാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഖസാനയിൽ നിന്ന് 4000 ദിർഹം കടമെടുത്തത്. 4000 ദിർഹം കടമെടുത്തിട്ട് എന്ത് ചെയ്തു? കട്ടതല്ല, ചെലവടിച്ചതല്ല, ബിന്ദാസാക്കിയതല്ല. പിന്നെ ഈ ഖുസൈമാനെ ആരും സഹായത്തിനില്ലാത്ത നേരത്ത് മുഖത്ത് തുണി കെട്ടിയിട്ട് നട്ടപ്പാതിരാ രാത്രി ഒട്ടകത്തിൽ പോയിട്ട് ഖുസൈമാന്റെ ഇസ്സത്ത് കാക്കാൻ വേണ്ടിയിട്ട് ഇക്രിമ കടമാക്കിയതിന്റെ പേരിൽ 4 മാസക്കാലമാണ് ഖുസൈമ എന്ന് പറയുന്നവർ, ഇക്രിമ എന്ന് പറയുന്ന മഹാനുഭാവനെ 4 മാസം ജയിലിലടക്കുകയാ. കരഞ്ഞുപോയി. എന്നിട്ടും ഇക്രിമ പറഞ്ഞില്ല ഞാനാ നിന്നെ സഹായിച്ചതെന്ന്. അവസാനം ഇക്രിമ തങ്ങളുടെ ഭാര്യയില്ലേ, ആ ഭാര്യയായ മഹദിയവറുകൾ ഖുസൈമ തങ്ങളുടെ ഭാര്യയോട് പറയാൻ വേണ്ടിയിട്ട് ജോലിക്കാരിയോടൊരു വാക്ക് പറഞ്ഞു കൊടുത്തു. മുൻകിദുൽ കിറാം മിൻ ഖദരിൽ അയ്യാം.
ഇങ്ങനെ സഹായിച്ച ഒരു മനുഷ്യനെയാണോ നിങ്ങൾ ജയിലിലടച്ചതെന്ന് ആരും ഇല്ലാത്ത നേരത്ത് നിങ്ങളുടെ ഭർത്താവായ ഗവർണറായ ഹുസൈമയോട് ചോദിക്കണേ. ആരും സഹായത്തിനില്ലാത്ത നേരത്ത് നട്ടപ്പാതിരാ രാത്രി വന്നിട്ട് ഒട്ടകത്തിൽ വന്ന് സഹായിച്ച പേര് പറയാത്ത സഹോദരന് 4 മാസമായില്ലേ ജയിലിലടച്ചിട്ട്? ഇത് ശരിയാണോ? കരഞ്ഞുകൊണ്ട് ഹുസൈമ തങ്ങള് ഇത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയിലിൽ പോയിട്ട് ഇക്രിമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. ഇക്രിമ അറിഞ്ഞില്ല, ഇക്രിമ മനസ്സിലായില്ല, ഇക്രിമ പൊറുക്കണേ ഇക്രിമ. അങ്ങയുടെ കയ്യിലുള്ള ആ ചെയിന് കൊണ്ട് ഹുസൈമാനെ ബന്ധിച്ചിട്ട് 4 മാസക്കാലം ഞാൻ ജയിലിൽ കിടക്കാം. 4 മാസക്കാലം ഞാൻ ജയിലിൽ കിടക്കാം. പക്ഷേ എന്നോട് പൊറുക്കണേ ഇക്രിമ. ഇക്രിമ തങ്ങൾ പറയുന്നു, വല്ലാഹ് ആവശ്യമില്ല, അല്ലാഹു തന്നെയാണ് സത്യോ. ഇല്ല ഇല്ല, അങ്ങ് ജയിലിൽ കിടക്കാൻ പാടില്ല. പുറത്തു കൊടുത്തിട്ട് ഹുസൈമ തങ്ങളോട് ഒരു വാക്ക് പോലും ഇക്രിമ അങ്ങോട്ട് പറഞ്ഞില്ല. ഇക്രിമ അങ്ങോട്ട് പറഞ്ഞില്ല. ഞാൻ ഇത്ര ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ നീ ജയിലിലിട്ടില്ലയോ? ഇല്ല ഇല്ല. കരഞ്ഞുകൊണ്ട് ഇക്രിമ കെട്ടിപ്പിടിച്ചിട്ട് ഹുസൈമയോട് പറഞ്ഞു, സാരമല്ല, സാരമല്ല, സാരമല്ല. ഹുസൈമാന്റെ ആവശ്യത്തിന് വേണ്ടി 4000 കടം വാങ്ങിയിട്ട് ഹുസൈമാന്റെ ഇസ്സത്ത് ബാക്കി വെച്ച ഇക്രിമ തങ്ങൾ 4 മാസക്കാലം ജയിലിൽ കിടന്നിട്ട് 4 മാസക്കാലം ജയിലിൽ കിടന്നിട്ട് ഒരു ആവലാതിയില്ല, ഒരു വേവലാതിയില്ല, ഒരു ചീത്തപ്പറച്ചിലില്ല. ജയിലടക്കുമ്പോൾ ഇക്രിമാക്ക് പറയാമായിരുന്നു, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഹുസൈമ 4000 ദിർഹം ഫണ്ടിൽ നിന്ന് കടം വാങ്ങിയത്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഇല്ല ഇല്ല, ഒന്നും പറഞ്ഞില്ല. 4 മാസക്കാലം തന്റെ സഹോദരനെ സഹായിച്ചതിന് വേണ്ടി അതേ സഹോദരനെ കൊണ്ട് ജയിലിൽ കടന്നില്ലയോ? അവർ ക്ഷമിച്ചില്ലയോ? കൂട്ടുകാരൻ അറിയാതെ കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്തില്ലയോ? അല്ലാഹുവേ, ധാരാളം സഹായിക്കാൻ, ധാരാളം നന്മകൾ ചെയ്യാൻ, ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 മണിക്കൂറോളായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ചായയും നല്ല കടിയൊക്കെ കഴിച്ചു. ഭക്ഷണം ഫുഡ് പിന്നെയാന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് നിർത്താൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് തങ്ങളൊക്കെ വന്ന് ധാരാളം നിങ്ങൾക്ക് ദുആ ചെയ്യും. അല്ലാഹുവിനെ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ധാരാളം സദഖ ചെയ്യുക, നല്ല സ്വഭാവക്കാരായി ജീവിക്കുക, എല്ലാരോടും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുക, ആരോടും പിണങ്ങി നിൽക്കരുത്, ആരെയും വെറുപ്പിക്കരുത്, ആരുടെയും മനസ്സിനെ സങ്കടപ്പെടുത്തരുത്. ഒരാളുടെയും മനസ്സിന്റെ വേദന അല്ലാഹു നമുക്ക് മാപ്പ് തരില്ല. ഒരാളുടെയും കണ്ണുനീരിന് അല്ലാഹു നമുക്ക് പരിഹാരം തരില്ല. ചെറുപ്പക്കാരൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുക, സോഷ്യൽ വർക്കൊക്കെ നല്ലോണം ധാരാളം ചെയ്യുക, യതീം മക്കളെ സഹായിക്കുക, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുക, എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇവിടെ ശരീഅത്ത് കോളേജിന്റെ കാര്യം പറഞ്ഞു. മാഷാ അല്ലാഹ്, നല്ല വിഷയമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ശരീഅത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഖിദ്മത്ത് ചെയ്ത ഒരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ ദുആ ചെയ്യണം. പെൺമക്കളൊക്കെ തങ്ങൾ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. വുമൻസ് കോളേജൊക്കെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യണം. നല്ല രൂപത്തിൽ പ്രശ്നങ്ങൾ വരാതെ, കുഴപ്പം വരാതെ നല്ല രൂപത്തിൽ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചെടുക്കുന്ന, ഞാൻ തന്നെ പുത്തൂർ സംപിയിൽ സഹറ ബത്തൂൽ എന്ന് പറഞ്ഞ ഒരു വുമൻസ് കോളേജ് നടത്തുന്നുണ്ട്.
മതവും ഭൗതികവും. വിദ്യാർത്ഥികൾക്ക് ശരീഅത്തുണ്ട്, അത് ഫസ്റ്റ് PU, സെക്കൻഡ് PU, +1 +2 ഒക്കെ. ഡിഗ്രി പ്രൈവറ്റായി എഴുതുന്നവർക്ക് അതിനും, അതുപോലെ പ്രത്യേക കോഴ്സുകളും മറ്റൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പെൺകുട്ടികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ, മയ്യത്ത് കുളി പഠിപ്പിച്ചു കൊടുക്കാൻ, പ്രാക്ടിക്കലായ ക്ലാസ്സുകൾക്കൊക്കെ. അങ്ങനെ അത് അല്ലാതെ ഒരുപാട് കോളേജുകൾ പുത്തൂരിലും മംഗലാപുരത്തൊക്കെ ഉണ്ട്. അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ നന്മ പഠിപ്പിച്ചു കൊടുക്കുക, വിസ്മി പഠിപ്പിച്ചു കൊടുക്കുക, ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ നന്മ പഠിക്കുന്ന മക്കളാകണം. ചെറിയ വയസ്സിൽ നമ്മുടെ മക്കളെയൊക്കെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള സംവിധാനം ദീനിയായ ചട്ടക്കൂട് ഇപ്പോൾ തന്നെ സംപ്യയുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ഒരു ക്യൂമാക്സ് പബ്ലിക് സ്കൂൾ എന്ന രൂപത്തിൽ ചെറിയ മക്കൾക്ക് ഇംഗ്ലീഷും അതിന്റെ കൂടെ ഖുർആനും അതിന്റെ കൂടെ ദിക്റും അതുപോലെ പ്രാക്ടിക്കലായ ഇബാദത്തുകളും സലാത്തുകളും നന്മകളൊക്കെ പഠിപ്പിക്കുന്ന ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂള്. പ്രത്യേകം ലാഭം ഉദ്ദേശിച്ചുകൊണ്ടെന്നല്ല, നമ്മുടെ സമുദായത്തിന്റെ മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ നന്മ പഠിക്കാൻ വേണ്ടി അതിനൊക്കെയുള്ള ഉദ്ദേശങ്ങൾ വെച്ച് ഒരുപാട് ആളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ. നമ്മുടെ ഈ സമുദായത്തിന്റെ എല്ലാ സ്ഥാപനം അതാരുണ്ടാക്കിയാലും എല്ലാം വിജയിക്കണം. എല്ലാവരുടെയും സ്ഥാപനങ്ങളും മീൻസ് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, അതുപോലെ നമ്മുടെ മറ്റുള്ള കോളേജുകൾ, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം നമ്മൾ ഏതും പൊളിക്കാൻ ശ്രമം നടത്തരുത്. നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തുയർത്താൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മദ്രസ കെട്ടിപ്പടുത്തുയർത്താൻ, പള്ളി കെട്ടിപ്പടുത്തുയർത്താൻ എല്ലാത്തിനും പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിനോടും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ ഉറൂസിൽ പങ്കെടുത്തവർ, ഇതുവരെ ഭക്ഷണം കൊടുത്തവർ, ഇന്ന് ഭക്ഷണം വീട്ടുകാർക്ക് അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നൽകണേ റഹ്മാനെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടുകാർക്കൊക്കെ വയലിനും കേൾക്കാനും പറയാൻ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാഹു ഇതിനെല്ലാത്തിനും ആ വീട്ടുകാർക്ക് ഇന്നലകളിൽ ഭക്ഷണം കൊടുത്തവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റഹ്മത്തും ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാർ ഇവിടെ ഒക്കെ കാണുന്നു അല്ലാഹ്. ആ ഉമ്മമാരുടെ മനസ്സിന്റെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളനുസരണയുള്ളവരാക്കണേ അല്ലാഹ്. വയസ്സുള്ള ഉമ്മമാർ പടച്ചോനെ ഈ വയലിനും സദസ്സിലൊക്കെ വന്നതിന് ഹജ്ജ് ഉംറാന്റെ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാഹ്. എത്രയോ ഉമ്മമാർ ഒന്ന് മക്ക കാണാൻ, ഒന്ന് കഅബ കാണാൻ, ഒന്ന് ഹബീബിന്റെ റൗളയിലെത്താൻ കരഞ്ഞുകൂടുന്ന ഉമ്മമാരുണ്ട്. യാ അല്ലാഹ്, അവരോടൊക്കെ പറയുന്നത് അല്ലാഹു അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാത്ത ഉമ്മമാരൊക്കെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 7:15 വരെ അവിടെ തന്നെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹോ അസ്തഗ്ഫിറുല്ലാഹോ ഒക്കെ ചൊല്ലി ഒരു 7:15 ആകുമ്പോ 7:20 ആകുമ്പോ ഒന്ന് ളുഹാ നിസ്കരിച്ചിട്ട് എണീച്ചാൽ പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി, പൂർണ്ണമായ ഉംറയുടെ കൂലി അല്ലാഹു അവർക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക, ധാരാളം നടക്കുക. രാവിലെ റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പിട്ടും ചെരുപ്പിടാതെയൊക്കെ നടക്കലുണ്ട്. ചെരുപ്പിടാതെയും ചെരുപ്പിട്ടൊക്കെ മണ്ണിലൂടെ നടക്കണം. മക്കളൊക്കെ മണ്ണിൽ കളിക്കണം. കളിച്ചാൽ മക്കൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അലർജി എന്ന് ഫോമിന്റെ കോഴി പോറ്റിയ പോലെ ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ ആ കൊതുവിന്റെ ബലയിലിട്ട് ബന്ധാക്കി വെച്ച് അങ്ങനെയല്ല. മക്കൾ മണ്ണിൽ പുലരണം, മക്കൾ മണ്ണിൽ കളിക്കണം, മണ്ണിൽ ചവിട്ടണം, ഒക്കെ ചെയ്യണം. അല്ലാഹു നീ ഖൈർ നൽകണേ അല്ലാഹ്. മണ്ണിൻ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ശീലിക്കണം. വെള്ളം ഫ്രിഡ്ജിലൊക്കെ അല്ല വേണ്ടത്. കൊറോണ വൈറസ് ഒക്കെ അല്ലേ നമ്മളൊക്കെ പേടിച്ചില്ലേ? ഖബർ വന്നിട്ട് നമുക്ക് ആർക്കും പേടി വന്നിട്ടില്ല. മഹ്ശർ പറഞ്ഞിട്ട് ആരും പേടിച്ചിട്ടില്ല. ഒരാൾ ചോദിക്കുന്ന നല്ല ഉസ്താദേ, കൊറോണ വൈറസ് ഖിയാമത്ത് അടയാളമായിട്ട് കിതാബിലുണ്ടാകും, ബാക്കി എന്തെല്ലാം കിതാബിലുണ്ട്, അതിനെന്ത് ചോദിക്കുന്നില്ല. പിന്നെ ഇത് പേടി ഇവിടെ കൊഞ്ഞിട്ട് അമ്മ വീണെങ്കിൽ എന്ത് പേടിയെന്ന ഞാൻ ഒരാളൊരു വീഡിയോ അയച്ചെന്ന്. തമാശക്കോ കാര്യത്തെന്ന് അറിയില്ല. എന്ത് ട്രെയിന്? മെട്രോ ട്രെയിനിന്റെ സീറ്റില്ല, ഇരിക്കാനില്ല, വിൽക്കാനില്ല, ഏട് സ്ഥലമില്ലാത്ത ഞാൻ ചൈന ഇന്നലെ വന്നെത്തരുത് എല്ലാവരും ന്യൂസ് സുഖമായിട്ട് മെട്രോയിൽ അടുത്ത സ്റ്റേഷനിൽ ഒരു ആവശ്യം വരുമ്പോ അല്ലെ
ഈ രൂപത്തിലൊക്കെ ആള് പേടി, നമുക്ക് ഭയങ്കര പേടിയാണ്, ജീവിക്കാനുള്ള കൊതി കൊണ്ടുള്ള പേടിയാണ്. അങ്ങനെ നമ്മൾ കണക്കിൽ കൂടുതൽ പേടിക്കണ്ട. പടച്ചോൻ തൊട്ട ആയുസ് തീരുമ്പോ നമ്മളൊക്കെ മരിച്ചു പോകും. നല്ല സ്വഭാവക്കാരായി ജീവിക്കുക. കുറച്ച് പുഞ്ചിരിക്ക മനുഷ്യന്മാർ ഇങ്ങനെ ഈ മൂഡ് ഓഫ് ആയിട്ട്, ഇങ്ങനെ സങ്കടമായിട്ട്, വിഷമായിട്ട്, ബേജാറായിട്ട് എന്തിനാണ്? കുറച്ചൊന്നും ചിരിക്കുക മനുഷ്യന്മാരോടൊക്കെ, പുഞ്ചിരിക്കുക. നോക്കിയിട്ട് ജനങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. ചില ആളൊക്കെ വിചാരിച്ചത് ഉസ്താദിനോട് ചിരിച്ചാൽ നമ്മുടെ കപ്പാസിറ്റി കുറയുന്ന, നമ്മുടെ VIP പോസ്റ്റിന് ഒരു പ്രോബ്ലം ഇല്ല. ചിരിക്കുക, ധാരാളം ചിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് നോക്കി പെണ്ണുങ്ങളൊക്കെ ചിരിക്കണ്ട, ആണുങ്ങളെ നോക്കി ചിരിക്കുക, പെണ്ണുങ്ങളൊക്കെ നോക്കി ചിരിക്കുക, ധാരാളം ചിരിക്കുക. ചിരിക്കുന്ന ആളുകൾക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. ഇനിയിപ്പോ ഇന്ന് നാളെ പോയിട്ട് പീടിയിൽ ചിരിച്ച ആൾക്കാർ അപ്പുറത്തുള്ള ചെല്ലും. ഇന്നലെയുള്ള ശരിയുള്ള ഇന്ന് എന്നില്ല, എന്താ കാലത്ത് തന്നെ ചിരിക്കുന്നതാണ്. അങ്ങനെ സഡൻ അല്ല, കുറച്ചായിട്ട് എന്ത് ചെയ്യാ, ആളുകളോടൊക്കെ ചിരിക്കുക, ആളുകളോടൊക്കെ മുസാഫഹത്ത് ചെയ്യുക. ഭാര്യയുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. നല്ല ഭർത്താവ് ഭാര്യയുടെ കൈ മുസാഫഹത്ത് ചെയ്യുക, മക്കളുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. അതുകൊണ്ട് ദോഷങ്ങൾ പുറത്തുക്കപ്പെടും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഞാൻ ഫോൺ ചെയ്യാം സലാമത്തായി. അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ, മുറാദുകളെ ഹാസിലാക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് നീ കാക്കണേ അല്ലാഹ്. ഇവിടെ വന്ന ആണുങ്ങൾ പെണ്ണുങ്ങൾ നീ സലാമത്താക്കണേ അല്ലാഹ്. ലൈവുകളിൽ പരിപാടി വീക്ഷിച്ച ആളുകൾ, പ്രത്യേകിച്ച് ദ്വാരക്കാൻ പറഞ്ഞ ആളുകൾ, ആണുങ്ങൾ പെണ്ണുങ്ങൾ ചെറിയവർ വലിയവർ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കൾ യതീമക്കളാകുന്ന മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഉമ്മാനെ ചോദിച്ച് കരയുന്ന മക്കളെ ബാക്കിയാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകരുതല്ലാ. എന്റെ വാപ്പ എപ്പോൾ വരുമെന്ന് ചോദിച്ച് കരയുന്ന മക്കളെ ബാക്കിയാക്കിയിട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കൊണ്ടുപോകരുതല്ലാ. സൈഫുൽ അസ്മാൻ എന്ന് പറയുന്ന 40 ദിവസത്തിന്റെ പിഞ്ചു പൈതലിനെ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിൽ കൊണ്ടുപോയ രംഗം കണ്ടപ്പോ ഞങ്ങളെ പൊന്നുമക്കളെ ഓർത്തുപോയി. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ പൊന്നുമക്കളെ നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. കാഷ്ടവും മൂത്രവും ബാഗുകളിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്, നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ക്യാൻസർ കൊണ്ട് നെഞ്ഞും അവിടെയും ഇവിടെയും മുറിക്കപ്പെട്ടവരുണ്ട്, യാ അല്ലാ നീ കാക്കണേ അല്ലാ. 32 വയസ്സുള്ള ഒരു പെണ്ണിന്റെ 2 നെഞ്ഞും മുറിച്ചു മാറ്റപ്പെട്ടു ക്യാൻസർ ബാധിച്ചിട്ട്, യാ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർ, ഉമ്മമാർ, സഹോദരിമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഭക്ഷണം തന്നവർ എല്ലാരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണം അല്ലാ. ഇസ്സത്തോടെ റാഹത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ധാരാളം കൊടുക്കാൻ ഞങ്ങൾക്ക് നീ കോരിവാരി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി തരണേ അല്ലാ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മരിച്ച നേരം ഞങ്ങളെ വെളുത്ത കഫം പുടവയിൽ ചുറ്റി, മൂക്കിലേക്ക് പഞ്ഞി വെച്ച്, ചെവിയിൽ പഞ്ഞി വെച്ച്, തുണിയാടകളിൽ മുറുകി കെട്ടിയിട്ട് 3 കെട്ടും കെട്ടി ആരുമില്ലാത്ത ഖബറിൽ കൊണ്ടുപോയി ഞങ്ങളെ വെക്കുന്ന ദിവസം ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പാമ്പ് തേളുകളുടെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ആണുങ്ങൾ പെണ്ണുങ്ങൾ, ചെറിയവർ വലിയവർ, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ രാജാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പറഞ്ഞ ദുആ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അൽ കൗസറിന്റെ അതിന്റെ താഴെ ഇൻഷാ അല്ലാഹ് ഇൻബോക്സിൽ ഇടുന്നതായിരിക്കും. ഇടാൻ വേണ്ടി പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കഴിവിന്റെ പരമാവധി ദിക്റുകളൊക്കെ ചൊല്ലി നല്ലവരായി ജീവിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.